സഹ്യാദ്രി പർവ്വതനിരയിലാണ് റായ്ഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഛത്രപതി ശിവാജി മഹാരാജ് ഈ കോട്ട പുതുക്കിപ്പണിത് മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. കോട്ടയിലെത്താൻ ഒരു റോപ്പ്വേ സൗകര്യമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് 3 മിനിറ്റിനുള്ളിൽ കോട്ടയിലെത്താം. സമുദ്രനിരപ്പിൽ നിന്ന് 4530 അടി ഉയരത്തിൽ. മഹാദിൽ നിന്ന് 26 കിലോമീറ്റർ, മഹാബലേശ്വറിൽ നിന്ന് 83 കിലോമീറ്റർ, അലിബാഗിൽ നിന്ന് 105 കിലോമീറ്റർ, ലോണാവാലയിൽ നിന്ന് 118 കിലോമീറ്റർ, പൂനെയിൽ നിന്ന് 138 കിലോമീറ്റർ, രത്നഗിരിയിൽ നിന്ന് 196 കിലോമീറ്റർ, മുംബൈയിൽ നിന്ന് 168 കിലോമീറ്റർ എന്നിങ്ങനെ ദൂരമുണ്ട്. ചരിത്രപരമായ പ്രാധാന്യം. ഐതിഹാസിക ഛത്രപതി ശിവാജി മഹാരാജിന്റെ കീഴിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നതിനാൽ റായ്ഗഡ് കോട്ടയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1674 ശിവാജി മറാത്ത രാജ്യത്തിന്റെ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു. റായ്ഗഡ് കോട്ട അദ്ദേഹത്തിന്റെ ഭരണപരവും സൈനികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മറാത്ത സാമ്രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയും ഗണ്യമായി വികസിക്കുകയും ചെയ്തു. പശ്ചിമ മധ്യ ഇന്ത്യയുടെ ഒരു പ്രധാന ഭാഗത്തേക്ക് എത്തി. ശിവാജി മഹാരാജ് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് റായ്ഗഡ് റൈരി പർവ്വതം എന്നറിയപ്പെട്ടിരുന്നു. അതിന്റെ അജയ്യത കാരണം റായ്ഗഡ് കിഴക്കിന്റെ ജിബ്രാൾട്ടർ എന്നറിയപ്പെട്ടിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഇത് ഒരു കോട്ടയായി വികസിപ്പിക്കാത്തപ്പോൾ നാട്ടുകാർ ഇതിനെ രാശിവത് എന്നും തനാസ് എന്നും വിളിച്ചിരുന്നു. ഉയരമുള്ള ഒരു എണ്ണ വിളക്ക് ഗോപുരത്തിന്റെ ആകൃതി കാരണം ഇതിനെ നന്ദദ്വീപ് എന്നും വിളിച്ചിരുന്നു. റൈരി പർവ്വതം ഏറ്റവും നല്ല സ്ഥലമാണെന്നും എല്ലാ വശങ്ങളിലും കുത്തനെയുള്ളതും എല്ലാറ്റിലും ഉയരമുള്ളതുമാണെന്നും രാജാവ് നിരീക്ഷിച്ചു. മുഴുവൻ പർവ്വതവും ഒരു തടസ്സമില്ലാത്ത പാറയാണ്. ദൗലത്താബാദും നല്ലതാണ്, പക്ഷേ ഇതിനേക്കാൾ ഉയരം കുറവാണ്. ഈ കോട്ട ദൗലത്താബാദിനേക്കാൾ ഉയരവും മികച്ചതുമാണ്. അതിനാൽ സിംഹാസനത്തിന് ഏറ്റവും നല്ല സ്ഥലമാണിത്. റായ്ഗഡ് ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നായിരുന്നു, കൂടാതെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ശിവരാജാഭിഷേക്, ശിവജി മഹാരാജിന്റെ കിരീടധാരണ ചടങ്ങ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. 300 വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനു ശേഷം ശിവാജി മഹാരാജ് പുതുതായി രൂപീകരിച്ച മറാത്ത രാജ്യത്തിന്റെ രാജാവായി. 1674 മെയ് 19 ശിവാജി മഹാരാജ് പ്രതാപ്ഗഡിലെ ഭവാനി മാതാവിന്റെ അനുഗ്രഹം വാങ്ങുകയും ചടങ്ങിന് മുമ്പ് ദേവിക്ക് 56,000 രൂപ വിലമതിക്കുന്ന ഒരു സ്വർണ്ണക്കുട ഛത്ര സമർപ്പിക്കുകയും ചെയ്തു. 1674 ജൂൺ 6 ശുഭദിനത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. അത് ശനിയാഴ്ചയായിരുന്നു. 1674 സെപ്റ്റംബർ 24 ശിവാജി മഹാരാജൻ സാധാരണക്കാർക്കായി മറ്റൊരു കിരീടധാരണ ചടങ്ങ് നടത്തി. ഇത് നിശ്ചൽപുരി ഗോസവി നിർവഹിച്ചു. 17-ാം നൂറ്റാണ്ടിൽ മറാത്തക്കാർ സ്വീകരിച്ച ബുദ്ധിപരമായ വാസ്തുവിദ്യ പ്രദർശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് റായ്ഗഡ്. പച്ചാഡിലെ ജിജാമാതയുടെ കൊട്ടാരം. ശിവാജി മഹാരാജ് തന്റെ പിൽക്കാലത്ത് പച്ചാഡിലെ ജിജാമാതയ്ക്കായി ഈ കൊട്ടാരം നിർമ്മിച്ചു. അവിടെ ഉയർന്ന ഉയരത്തിലുള്ള കോട്ടകൾക്ക് പകരം താമസിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടു. അവശിഷ്ടങ്ങൾ കേടുകൂടാതെയിരിക്കുന്നു. ജിജാമാതയുടെ ഒരു സ്മാരകം അവിടെയുണ്ട്. കല്ലിൽ കൊത്തിയ ഒരു വിശ്രമസ്ഥലത്ത് അവർ വിശ്രമിച്ചിരുന്ന കിണറിനെ തക്യാച്ചി വിഹിർ എന്ന് വിളിക്കുന്നു. ഖുബ്ലത്ത് ബുരുജ്. പ്രധാന കവാടത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ഒരു കൊത്തളമാണിത്. ഇന്ന് ഈ കൊത്തളത്തിന്റെ അവശിഷ്ടങ്ങൾ വളരെ കുറവാണ്. ഇത് മുൻവശത്തായതിനാലും ശത്രുക്കളിൽ നിന്ന് ആദ്യം പ്രഹരമേൽപ്പിച്ചതിനാലും ഇതിനെ ഖുബ്ലത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോരാടിയത് എന്ന് വിളിച്ചിരുന്നു. നാന ദർവാജ. നാന ദർവാജ അല്ലെങ്കിൽ നാനെ ദർവാജ താരതമ്യേന ചെറിയ പ്രവേശന കവാടമാണ്. മുകളിലേക്ക് കയറാനുള്ള മറ്റൊരു മാർഗമാണിത്. വാതിലിനുള്ള ലാച്ചുകളും കാവൽക്കാർക്കുള്ള വെസ്റ്റിബ്യൂളുകളും ഉപയോഗിച്ച് ചട്ടക്കൂട് ഇപ്പോഴും കാണാം. മദർമോർച്ച, മഷിദ് മോർച്ച. ചിത്ത ദർവാജയിൽ നിന്ന് മഹാദർവാജയിലേക്കുള്ള പാതയിൽ മദൻഷാ എന്ന ഫക്കീറിന്റെ ശവകുടീരം നമുക്ക് കാണാം. കാവൽക്കാർക്കുള്ള വിശ്രമസ്ഥലം, ഒരു ധാന്യപ്പുർ തുടങ്ങിയ അവശിഷ്ടങ്ങൾ ഇവിടെ കുറവാണ്. ഇവിടെ ഒരു പഴയ പീഠഭൂമിയുണ്ട്. കല്ലിൽ കൊത്തിയെടുത്ത 3 ഗുഹകളുമുണ്ട്. മഹാദർവാജ. ഇതൊരു വാസ്തുവിദ്യാ മാസ്റ്റർപീസ് ആണ്. ചുരുക്കം ചില കോട്ടകൾക്ക് മാത്രമേ അത്തരം സുരക്ഷിതമായ പ്രവേശന കവാടങ്ങൾ ഉള്ളൂ. ഈ പ്രവേശന കവാടം സാധാരണയായി ജയ്, വിജയ് എന്നീ കൊത്തളങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട ഒരു ഹട്ടി തലാവോ. മഹാദർവാജയിൽ പ്രവേശിക്കുമ്പോൾ ആനകളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുളം നമുക്ക് കാണാം. തൂണുകൾ. ഗംഗാസാഗരൻ മുന്നിലേക്ക് പോകുമ്പോൾ കോട്ടയുടെ കോട്ട സമുച്ചയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 തൂണുകളുടെ അവശിഷ്ടങ്ങളുണ്ട്. ഈ തൂണുകൾ ഏകദേശം 5 നില ഉയരമുള്ളതും ശേഷിക്കുന്ന കൊത്തുപണികളിൽ നിന്ന് ഗാംഭീര്യമുള്ളതായി തോന്നുന്നു. ഇവ 12 വശങ്ങളുള്ള ബഹുഭുജമാണ്. ജഗദീശ്വർ ക്ഷേത്ര സമുച്ചയത്തിലെ ശിലാലിഖിതത്തിൽ പരാമർശിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നു. പാൽക്കി ദർവാജ.
31 പാറപ്പടികൾ കയറിയതിനു ശേഷം കോട്ടയിലേക്കുള്ള വടക്കേ പ്രവേശന കവാടമാണ് പാൽക്കി ദർവാജ. പുരുഷന്മാർക്ക് കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. രാജ്ഞി കൊട്ടാരം. ക്വീൻസ് കൊട്ടാരം എന്നറിയപ്പെടുന്ന കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 6 വിശാലമായ വീടുകളുണ്ട്. രാജ്ഭവൻ. രാജ്ഞിയുടെ കൊട്ടാരത്തിനു മുന്നിൽ 86 അടി നീളവും 33 അടി വീതിയുമുള്ള ശിവാജി മഹാരാജിന്റെ കൊട്ടാരമുണ്ട്. ഇത് തടി ഘടന കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. രത്നശാല. രാജ്ഭവന്റെ വടക്കുവശത്ത് ഒരു സ്തംഭമുണ്ട്. അതിനോട് ചേർന്ന് രത്നശാല എന്ന് വിളിക്കപ്പെടുന്ന ബേസ്മെന്റിലെ ഒരു മുറിയുണ്ട്. ഇത് ഒരു രഹസ്യ അറയായി ഉപയോഗിക്കുന്നതായി തോന്നുന്നു. രാജ്യസഭ. 220 അടി നീളവും 124 അടി വീതിയുമുള്ള ഒരു വലിയ കെട്ടിടമായ കോട്ടയിലെ കോടതിയാണിത്. ശിവാജി മഹാരാജിന്റെ സിംഹാസനം കിഴക്കോട്ട് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അവിടെ ഒരു സ്മാരകം കാണാൻ കഴിയും. കിരീടധാരണ ചടങ്ങ് നടന്നത് ഈ സ്ഥലത്താണ്. ഗംഭീരമായ സിംഹാസനം 32 മൗണ്ട് സ്വർണം, 1194 കിലോഗ്രാം സ്വർണം കൊണ്ട് നിർമ്മിക്കാനും വജ്രങ്ങൾ പതിക്കാനും ഉദ്ദേശിച്ചിരുന്നു. മേന ദർവാജ. മേന ദർവാജ കോട്ടയിലേക്കുള്ള തെക്കൻ പ്രവേശന കവാടമാണ്. നാഗാർഖാന. നാഗാർഖാന കൊട്ടാരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ്. അതിന്റെ പേർ സൂചിപ്പിക്കുന്നത് പോലെ ഈ കെട്ടിടത്തിലെ മേൽക്കൂര ഒരു ദിവസത്തിലെ ചില സമയങ്ങളിൽ വലിയ ഡ്രംസ് അല്ലെങ്കിൽ നാഗാരെ വായിക്കാൻ ഉപയോഗിച്ചിരുന്നു. കോട്ടയിലെ ഏറ്റവും ഉയരം കൂടിയ സ്മാരകമാണിത്. ഷിർക്കായി ക്ഷേത്രം. ഷിർക്കായി ദേവി. ഷിർക്കായി രാജവംശത്തിന്റെ ദേവതയാണ്. മറ്റുള്ളവരും തുല്യമായി ആരാധിച്ചിരുന്നു. നാഗാർഖാനയിൽ നിന്ന് പുറത്തുകടന്ന് ഹോളിച്ച്മാൽ ലക്ഷ്യമാക്കി നീങ്ങിയാൽ നമുക്ക് ഈ ക്ഷേത്രവും ശിവാജി മഹാരാജിന്റെ ധീരമായ പ്രതിമയും കാണാം. കുശാവർത്ത തലാവോ. റായ്ഗഡ് ഒരു പ്രധാന കോട്ടയായതിനാൽ ഇവിടെ നിരവധി ജലസംഭരണികൾ, കുളങ്ങൾ, തടാകങ്ങൾ എന്നിവ കാണാം. ഹോളിച്ച്മാൽ എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പ്രധാന ജലസംഭരണിയാണ് കുശാവർത്ത. സമീപത്ത് ഒരു ശിവക്ഷേത്രവുമുണ്ട്. ബജാർ പേത്ത് മാർക്കറ്റ്. ഹോളിച്ച്മാലിനു മുന്നിൽ മധ്യകാല കടകളുടെ ഒരു നല്ല രൂപകൽപ്പനയുള്ള സമുച്ചയമുണ്ട്. നാടോടിക്കഥകൾ നമ്മോട് പറയുന്നതുപോലെ. വിദഗ്ധ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ കരുതപ്പെടുന്ന ചന്തസ്ഥലം വ്യാപാര കേന്ദ്രങ്ങളായിരിക്കാം. അവിടെ ഇടപാടുകൾ മാത്രമേ നടന്നിരുന്നുള്ളൂ, പരമ്പരാഗത വിപണിയായിരുന്നില്ല. ഈ സമമിതി ഘടനകൾക്ക് ഒരു വശത്ത് 22 മുറികളും മറുവശത്ത് 21 മുറികളുമുണ്ട്. 40 അടി റോഡിനാൽ വേർതിരിക്കപ്പെടുന്നു. ഇവ വീടുകളാണോ വാണിജ്യ കേന്ദ്രങ്ങളാണോ എന്നത് വിദഗ്ധർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഒരു ഘടനയുടെ പുറം ഭിത്തിയിൽ കൊത്തിയെടുത്ത ഒരു പാമ്പുണ്ട്. തക്മാക് പോയിന്റ്. കോട്ടയുടെ വടക്ക് പടിഞ്ഞാറ് അഭിമുഖമായുള്ള പാറക്കെട്ടാണ് തക്മാക് പോയിന്റ്. ഹോളിച്ച്മാലിൽ നിന്ന് പോകുമ്പോൾ ബജാർ പേത്തിന് മുന്നിലാണിത്. തടവുകാരെ മുകളിൽ നിന്ന് മറിച്ചിട്ട് ശിക്ഷിക്കാൻ ഇത് ഒരു പാറക്കെട്ടായി ഉപയോഗിക്കേണ്ടതായിരുന്നു. ഇത് ഒരു ഇടുങ്ങിയ ഭാഗമായതിനാൽ ഇവിടുത്തെ കാറ്റിന്റെ ശക്തി കണക്കിലെടുക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഒരാൾ ശ്രദ്ധിക്കണം. ഭവാനി പോയിന്റ്. കോട്ടയുടെ കിഴക്കൻ പാറക്കെട്ടാണ് ഭവാനി പോയിന്റ്. വടക്കുകിഴക്കൻ ഭാഗത്ത് ലിംഗാന കൊടുമുടിയും വിദൂര ചക്രവാളത്തിൽ ടോർണരാജ്ഗഡ് കോട്ടകളും തെക്ക് ഭാഗത്ത് പോട്ടിയ കുന്നും നമുക്ക് കാണാം. ജഗദീശ്വർ ക്ഷേത്രം. കിഴക്കോട്ടുള്ള ഒരു അടയാളപ്പെടുത്തിയ പാത നമ്മെ ജഗദീശ്വർ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കൊണ്ടുപോകുന്നു. പാതയുടെ വശങ്ങളിൽ വീടുകളുടെ അവശിഷ്ടങ്ങളും വറ്റിപ്പോയ ഒരു കുളവുമുണ്ട്. മുൻവശത്ത് നന്ദിയുള്ള ഒരു വലിയ ശിവക്ഷേത്രമാണ് ജഗദീശ്വർ. ക്ഷേത്രത്തിന്റെ പുറം മുറ്റത്തിന് ഏകദേശം 128 അടി വീതിയും 160 അടി നീളവുമുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ തറയിൽ കൊത്തിയെടുത്ത ഒരു ആമയുണ്ട്. അകത്തേക്ക് കടക്കുമ്പോൾ പടിയിൽ കൊത്തിയെടുത്ത ചില അക്ഷരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വാക്കുകളുടെ അർത്ഥം ഹിരോജി ഇഡൽക്കർ ശിവാജി മഹാരാജിന്റെ സേവനത്തിലാണ് എന്നാണ്. കിഴക്ക് വശത്തുള്ള ക്ഷേത്രത്തിന്റെ പുറം ചുവരിൽ ഒരു ശിലാലിഖിതമുണ്ട്. അതിനർത്ഥം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ജഗദീശ്വറിന്റെ ഈ ഗംഭീരമായ കെട്ടിടം 1596 ഹിന്ദു വർഷത്തിലെ ശുഭമുഹൂർത്തത്തിൽ ശിവാജി മഹാരാജിന്റെ വചനപ്രകാരം നിർമ്മിച്ചതാണ്. ഹിരോജി എന്ന വാസ്തുശില്പി എല്ലാ കിണറുകളും കുളങ്ങളും പൂന്തോട്ടങ്ങളും റോഡുകളും തൂണുകളും സ്മാരകങ്ങളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു. സൂര്യനും ചന്ദ്രനും ആകാശത്ത് ഉണ്ടാകുന്നതുവരെ ഇവ നിലനിൽക്കും. ശിവാജി മഹാരാജ് സമാധി സ്മാരകം. ക്ഷേത്രത്തിന്റെ കവാടത്തിനടുത്താണ് കിഴക്ക് ഈ സമാധി നിർമ്മിച്ചിരിക്കുന്നത്.
ഹിന്ദു കലണ്ടറിലെ 1602 ഒന്നാം മാസത്തിലെയും വർഷത്തിലെയും 15 തീയതി ഏപ്രിൽ 3, 1680 ശിവാജി മഹാരാജ് അന്തരിച്ചു. സഭാസദ് ബഖർ അനുസരിച്ച് അദ്ദേഹം നിർമ്മിച്ച ജഗദീശ്വർ ക്ഷേത്രത്തിനടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്മാരകം അഷ്ടഭുജാകൃതിയിലാണ്. പൂമുഖം കറുത്ത കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവാജി മഹാരാജിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന അടിത്തറ പൊള്ളയാണ്. ഹെൻറി ഒക്സെൻഡൻ താമസിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾ ഇതിന് പുറത്തുണ്ട്. വാഗ് ദർവാജ. കോട്ട പിടിച്ചെടുക്കപ്പെട്ടാൽ രക്ഷപ്പെടാൻ കോട്ടയിൽ നിന്ന് പുറത്തുകടക്കാൻ ഇത് ഒരു ദുഷ്കരമായ മാർഗമാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരു കയർ ആവശ്യമായി വരും. സുൽഫിക്കർ ഖാൻ കോട്ട ആക്രമിച്ചപ്പോൾ രാജാറാം മഹാരാജ് രക്ഷപ്പെട്ട വഴിയാണിത്. ഹിർക്കാനി പോയിന്റ്. കോട്ടയുടെ പടിഞ്ഞാറൻ പോയിന്റാണ് ഹിർക്കാനി പോയിന്റ്. ഹിർക്കാനി എന്ന ധീരയായ സ്ത്രീയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ശിവാജി മഹാരാജിന്റെ ഭരണകാലത്ത് ആ സ്ത്രീ കോട്ടയിൽ പാൽ വിതരണം ചെയ്തിരുന്നതായി നാടോടിക്കഥകൾ പറയുന്നു. ശിവാജി മഹാരാജിന്റെ ഭരണകാലത്ത് ആ സ്ത്രീ കോട്ടയിൽ പാൽ വിതരണം ചെയ്തിരുന്നതായി നാടോടിക്കഥകൾ പറയുന്നു. എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് കോട്ടയുടെ വാതിലുകൾ തുറക്കുകയും സൂര്യാസ്തമയ സമയത്ത് അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ അവൾ മടങ്ങാൻ വൈകിയപ്പോൾ വാതിലുകൾ അടച്ചു. ഗ്രാമത്തിലെ തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം അവളെ പടിഞ്ഞാറൻ പാറക്കെട്ടിന്റെ വശത്ത് നിന്ന് കോട്ടയിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിച്ചു. വിജയകരമായി അവളുടെ വീട്ടിലെത്തി. കഥ എല്ലായിടത്തും പരന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശിവാജി മഹാരാജ് അവളുടെ പരിശ്രമവും ധൈര്യവും തിരിച്ചറിഞ്ഞു. ഇവിടെ നിന്ന് ആർക്കും വീണ്ടും കയറാൻ കഴിയാത്ത വിധം അദ്ദേഹം ഈ ഭാഗം ശക്തിപ്പെടുത്തുകയും ചെയ്തു. എത്താനുള്ള വഴികൾ. മഹദിൽ നിന്ന് 30 കിലോമീറ്റർ വടക്ക് റായ്ഗഡ് സ്ഥിതി ചെയ്യുന്നതിനാൽ മഹദിൽ നിന്ന് ST ബസുകൾ പതിവായി സർവീസ് നടത്തുന്നു. മുംബൈ സെൻട്രലിൽ നിന്നും പൂനെയിൽ നിന്നും മഹദിലേക്കോ റായ്ഗഡിലേക്കോ മഹദ് വഴി ബസുകൾ സർവീസ് നടത്തുന്നു.